നേപ്പാളിൽ വലിയ രീതിയിലുള്ള സമരങ്ങളും ഭരണ അട്ടിമറികളും നടന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഒരു കറുത്ത തുണിയിൽ വൈക്കോല് കൊണ്ടുണ്ടാക്കിയ തൊപ്പി വെച്ച ഒരു സ്കെലിട്ടൺ. ഇതേ സ്കെലിട്ടന്റെ കൊടി തന്നെയാണ് ഇന്തോനേഷ്യയിൽ സമരം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആളുകൾ കണ്ടതും. ഇതേ കൊടി തന്നെയാണ് ഫ്രാൻസിലും ഫിലിപ്പൈൻസിലും എന്നീ തുടങ്ങിയ രാജ്യങ്ങളിലും വിപ്ലവങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെയെല്ലാം കണ്ടതും. ഈ കൊടിയുടെ അർത്ഥം നിങ്ങൾ ഒരു ആനിമി കാണുന്ന ആളാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ സമരങ്ങളിലെല്ലാം ഈ ഒരു കൊടി പ്രത്യക്ഷപ്പെടുന്നത്? അതിനെല്ലാം പുറമെ എന്തിനാണ് ഈ ആളുകൾ ഇത്രയധികം ആനിമിയെ സ്നേഹിക്കുന്നത്? ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ആനിമി അത്രത്തോളം ഗോട്ടഡ് ആണെന്ന് മനസ്സിലാവും. അതിനെല്ലാം പുറമെ ആനിമിയുടെ ആ ഒരു ചരിത്രം അത് നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. വർഷം 1917 ജുൻ ഇച്ചി കോച്ചി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റ് കയ്യാലെ വരച്ച ഒരു കാർട്ടൂൺ പോലെയുള്ള ഒരു ഇമേജ് ആയിരുന്നു ആദ്യത്തെ ആനിമി ആയിട്ട് അറിയപ്പെടുന്നത്. ആ ഒരു ജാപ്പനീസ് ആനിമേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ആനിമേഷന്റെ ഒരു പക്ക ഇൻസ്പിറേഷൻ ആയിരുന്നു. പക്ഷേ ജപ്പാൻ ആർട്ടിസ്റ്റാണ് ഇത് വരച്ചത് എന്നതുകൊണ്ട് ചിലതരം മാറ്റങ്ങൾ വരുത്തുകയാണ്. ആ ഒരു മാറ്റം വരുത്തിയത് കൊണ്ടാണ് ഇന്ന് കാർട്ടൂണും ജാപ്പനീസ് ആനിമേഷനും രണ്ടും രണ്ടായി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇനി അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ആനിമി ഹാർഡ് കോർ ഫാനിനോട് ചെന്നുകൊണ്ട് നീ ഈ കാണുന്നത് കാർട്ടൂൺ ആണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവർ ചെയ്യാൻ പോകുന്നത് നല്ല രീതിയിലുള്ള ആർഗ്യുമെന്റ് ആയിരിക്കും. അതിന് കാരണം ഈ ഒരു യുണീക്നെസ് ആണ്. അങ്ങനെ 1930 ആവുമ്പോഴേക്കും ആനിമി എന്നത് ഒരു വേറിട്ടൊരു ആർട്ടിസ്റ്റിക് കൾച്ചർ തന്നെ ആയി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആനിമി എന്നത് ചെറിയ രീതിയിലെല്ലാം ആളുകളുടെ ഇടയിൽ പോപ്പുലർ ആയി വരുന്ന ആ ഒരു സമയമാണത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1963 ഒസാമ തെസൂക്ക എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റ്, അഥവാ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഗോഡ് ഓഫ് മാങ്ക എന്നായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ആസ്ട്രോ ബോയ് എന്ന് പറയുന്ന ഒരു ആനിമി റിലീസ് ചെയ്യുകയാണ്. ഇതായിരുന്നു ആനിമിയുടെ TV സീരീസിന്റെ പ്രധാനപ്പെട്ട തുടക്കം. ഇവിടെ നിന്നാണ് നമ്മൾ ഈ കാണുന്ന ആനിമിയിലോട്ടുള്ള വളർച്ച ഉണ്ടാകുന്നത്. അതിനു മുമ്പ് എന്താണ് ഈ മാങ്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാങ്ക എന്നത് ജാപ്പനീസ് കോമിക്സ് അല്ലെങ്കിൽ ഗ്രാഫിക് നോവൽസിനാണ് അറിയപ്പെടുന്നത്. ഈ മാങ്ക തന്നെ പല തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കുള്ളത്, ചെറിയ പെൺകുട്ടികൾക്കുള്ളത്, വലിയ ആൺകുട്ടികൾക്കുള്ളത്, വലിയ പെൺകുട്ടികൾക്കുള്ളത്, അതിനെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള പേരുകളും കൊടുത്തിട്ടുണ്ട്. ഷോനൻ, ഷോജോ, ഷെയ്നിൻ, ജോസി എന്നീ തുടങ്ങിയുള്ള പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ വായിക്കുന്നത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യുക. സോ മാങ്ക എന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അങ്ങനെ 1970കളിലാണ് ആനിമിയുടെ ഗോൾഡൻ എറ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഈ ആനിമി എല്ലാം പോപ്പുലറൈസ് ആയി വരുന്ന സമയത്തായിരുന്നു ടോയ് ആനിമേഷൻസ്, ഗിബ്ലി സ്റ്റുഡിയോ എന്നീ തുടങ്ങിയ സംഭവങ്ങളെല്ലാം തുടങ്ങുന്നത്. ആ ഒരു ടൈമിലെ ഗിബ്ലി സ്റ്റുഡിയോന്റെ പ്രധാനപ്പെട്ട വർക്കുകളായിരുന്നു നൗസിക്ക ഓഫ് ദ വാലി ഓഫ് ദ വിൻഡ്, മൈ നെയ്ബർ ടൊട്ടോറോ. ഈ വർക്കുകളൊക്കെയാണ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളത്. അങ്ങനെ ഇനി നമ്മൾ 90s വരികയാണെങ്കിൽ അവിടെയാണ് നമ്മളിൽ പലരുടെയും നൊസ്റ്റാൾജിയ ആയിട്ടുള്ള ഡ്രാഗൺ ബോൾസ്, പോക്കിമോൺ ഇങ്ങനെയുള്ള ആനിമേഷൻസ് വരുന്നത്. ഡ്രാഗൺ ബോൾസും സെയിലർ മൂൺ എന്ന് പറയുന്ന ഈ രണ്ട് ആനിമേഷൻസ് ഗ്ലോബലി നല്ല രീതിയിൽ പോപ്പുലറായി. അതേസമയം പോക്കിമോൺ എന്നത് കാർഡ് ഗെയിമുകളിലും TV സീരീസുകളിലും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്തിന് ഈ ഒരു ടൈമിലും പ്ലേ സ്റ്റോറിൽ പലതരത്തിലുള്ള പോക്കിമോൺ ഗെയിമുകൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ 2000 എത്തുന്ന സമയത്താണ് പലരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നെറൂട്ടോ, ഡെത്ത് നോട്ട്, വൺ പീസ് എന്നീ തുടങ്ങിയ സംഭവങ്ങളെല്ലാം തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് ആനിമി എന്നത് ജപ്പാൻകാരുടെ മാത്രമല്ല, ലോകത്തുള്ള ഓരോരുത്തരും കാണാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പോപ്പുലറായി നെറ്റ്ഫ്ലിക്സ്, ക്രഞ്ച് റോള് ഇങ്ങനെയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഈ ആനിമികളെ ഏറ്റെടുക്കുന്നത്. അങ്ങനെയുള്ള ഷോകളിൽ പ്രധാനപ്പെട്ടതാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ, ഡീമൺ സ്ലേയർ, ജുജുത്സു കൈസാൻ എന്നീ തുടങ്ങിയുള്ള റെക്കോർഡ് ബ്രേക്കിംഗ് സാധനങ്ങൾ. ഇന്ന് ആനിമി എന്നത് ഒരു $1 ബില്യൺ ഇൻഡസ്ട്രിയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആനിമി എത്രത്തോളം ഗോട്ടഡ് ആണെന്ന് നോക്കിയാൽ ഈ അടുത്ത് ഡീമൺ സ്ലേയറിന്റെ ഒരു എപ്പിസോഡ് നമ്മുടെ ഇന്ത്യയിൽ സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. പല ബോളിവുഡ് സിനിമകളെക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയിട്ടുണ്ട് ഈ ഒരു ആനിമി. ഇനി ഞാൻ ഈ പറഞ്ഞ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇത്രത്തോളം ആനിമിയെ ഇഷ്ടപ്പെടുന്നത്? പലരും ഈ ആനിമി കാണാൻ തുടങ്ങുന്നത് പോലും ഈ സ്ട്രെസ്സിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്യാനാണ്. ചിലർ അത് എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്ന സമയത്ത് ചില ആളുകൾ അതിലെ ക്യാരക്ടേഴ്സുമായി ഇമോഷണലി അറ്റാച്ച് ചെയ്യുകയാണ്. അങ്ങനെയാണ് പലരും ഇതിന് അഡിക്റ്റ് ആവുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യേണ്ട ടൈമാണ്. ഈ ഒരു വീഡിയോ കാണുന്ന പലരും ആനിമി കണ്ടിട്ടുണ്ടാവും, ചിലർ ആനിമി കണ്ടിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ കാണാത്തവർക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന ആനിമി സീരീസ് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.